ആപ്പിൾ സൈഡർ വിനിഗർ ഇന്ന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ട്രെൻഡാണ്. ആപ്പിൾ സൈഡർ വിനിഗർ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അതിന് സയൻറ്റിഫിക് എവിഡൻസസ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ആപ്പിൾ സൈഡർ വിനിഗർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആപ്പിളിൽ നിന്നുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആപ്പിൾ സൈഡർ എന്നുള്ളത് US-ലൊക്കെ പോപ്പുലറായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അത് നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ ആപ്പിൾ ജ്യൂസിനെ ഒന്ന് ചെറുതായി ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ആപ്പിൾ സൈഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആപ്പിൾ സൈഡറിനെ ഒന്നുകൂടി ഫെർമെൻറ്റ് ചെയ്ത് അതിൽ നിന്നാണ് ആപ്പിൾ സൈഡർ വിനിഗർ എന്നുള്ളത് ഉണ്ടാക്കുന്നത്. ഏറ്റവും അധികം പഠനങ്ങൾ നടന്നിട്ടുള്ളത് ആപ്പിൾ സൈഡർ വിനിഗറിലായതുകൊണ്ടാണ് അതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അതായത് സയൻറ്റിഫിക്കായിട്ട് വളരെയധികം റിസർച്ച് നടന്നിട്ടുള്ളത് ആപ്പിൾ സൈഡർ വിനിഗറിലാണ്. പല വിനിഗേഴ്സും ബെനിഫിഷ്യൽ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ കോക്കനട്ട് വിനിഗർ, നാളികേരത്തിൽ നിന്നെടുക്കുന്ന വിനിഗറുണ്ട്. അതുപോലെ തന്നെ റെഡ് വൈൻ വിനിഗർ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ വിനിഗർ എന്നുള്ള വിനിഗറുണ്ട്. അതിനൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, പക്ഷേ അതിലൊന്നും വളരെയധികം സ്റ്റഡീസ് നടന്നിട്ടില്ല. അതാണ് അപ്പോൾ ആപ്പിൾ സൈഡർ വിനിഗർ എന്ന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയാനുള്ള കാരണം അതാണ്. ഏറ്റവും അധികം പഠനങ്ങൾ നടന്നിട്ടുള്ളത്, ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ളത്. ശരീരഭാരം കുറയുന്നതിന് ആപ്പിൾ സൈഡർ വിനിഗർ സഹായിക്കുന്നു എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് പല പേപ്പേഴ്സിലും വന്നിട്ടുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആപ്പിൾ സൈഡർ വിനിഗർ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറേയധികം നേരത്തിന് ഒരു ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകും. അതായത് ഭക്ഷണം കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഒരു സ്നാക്ക് ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മൾ അധികം കാലോറീസ് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്നതാണ്. ആപ്പിൾ സൈഡർ വിനിഗറിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അസറ്റിക് ആസിഡ് എന്നുള്ള കെമിക്കൽ കോമ്പൗണ്ടാണ്. അപ്പോൾ അസറ്റിക് ആസിഡാണ് നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. രണ്ടാമത് പറയാനുള്ളത് ആപ്പിൾ സൈഡർ വിനിഗർ ദഹനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. പലരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആവശ്യത്തിന് ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കാതിരിക്കുക. ആമാശയത്തിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ദഹനരസമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ളത്. അത് അസിഡിക്കാണ്. ആപ്പിൾ സൈഡർ വിനിഗറും അസിഡിക്കാണ്. ഭക്ഷണത്തിന് കുറച്ചു നേരം മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗർ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഡയബറ്റിസ് മാനേജ്മെൻറ്റിന് ആപ്പിൾ സൈഡർ വിനിഗർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുക, അതായത് ഇൻസുലിൻ എന്ന ഹോർമോൺ പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ ആപ്പിൾ സൈഡർ വിനിഗർ കഴിക്കുകയാണെങ്കിൽ അത് ഇൻസുലിനെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുകയും അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് ഉള്ളവർ ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആപ്പിൾ സൈഡർ വിനിഗർ കഴിക്കുകയാണെങ്കിൽ ഇപ്പം വളരെ പതുക്കെയാണ് അതിൻ്റെ ഗ്ലൂക്കോസ് റിലീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് ആപ്പിൾ സൈഡർ വിനിഗർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രീ ഡയബറ്റിസ് ഉള്ളവരിൽ അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈവൻ ഡയബറ്റിസ് ഇല്ലാത്തവരിലാണെങ്കിലും ആപ്പിൾ സൈഡർ വിനിഗർ ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്നുള്ള ചില കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് നമ്മൾ മധുരമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നതാണ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്നുള്ളത്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ കുറയ്ക്കുന്നതാണ്. ഇതിൻ്റെ ഇഫക്ട്സിനെയൊക്കെ കുറയ്ക്കുന്നതിന് നമുക്ക് ആപ്പിൾ സൈഡർ വിനിഗർ കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിഷ്യലാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് ഇല്ലാത്തവർക്കും കഴിക്കാവുന്നതാണ്. പിന്നെയുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇത് ഹൈ കൊളസ്ട്രോൾ ഉള്ളവരിൽ കൊളസ്ട്രോൾ വാല്യൂസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതിന് ആപ്പിൾ സൈഡർ വിനിഗർ ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതിന് ചില സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. എങ്കിലും ഇതിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ഹ്യൂമൻ സ്റ്റഡീസും ആനിമൽ സ്റ്റഡീസിലും ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കുറയുന്നത് കൊണ്ട് തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവും കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവും കുറയും. ഇപ്പോൾ ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ആപ്പിൾ സൈഡർ വിനിഗർ കഴിക്കുന്നത് വളരെയധികം ബെനിഫിഷ്യലാണ്.
ആപ്പിൾ സൈഡർ വിനിഗർ സ്കിന്നിന് വളരെയധികം ബെനിഫിഷ്യലാണ്. ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗലായിട്ടും ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ എന്നുള്ളത് പൊതുവേ ഒരു അസിഡിറ്റി ഉള്ളതാണ്. സ്കിൻ പി എച്ചിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ആപ്പിൾ സൈഡർ വിനിഗറിൻ്റെ സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബെനിഫിഷ്യലാണ്. തലയിലുള്ള താരൻ, മുഖത്തുള്ള ആക്നി, മുഖക്കുരു പോലെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതിനെയൊക്കെ കുറയ്ക്കുന്നതിന് വളരെ ഡൈല്യൂട്ടായിട്ടുള്ള ഒരു ആപ്പിൾ സൈഡർ വിനിഗർ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതുകൊണ്ട് മുടി കഴുകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്കിൻ ഹെൽത്തിനെ വീണ്ടെടുക്കുന്നതിനും താരൻ പോലെയുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 2 ടീസ്പൂൺ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് അത്ര വളരെ നല്ല കാര്യമല്ല. ഗ്യാസ് ഉണ്ടാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്നതിനോ ഒക്കെ മുമ്പായിട്ട് കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ കഴിക്കാവുന്നത് നമുക്ക് പല സാലഡ്സിലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ പ്രശ്നം ഉണ്ടാവില്ല. പല വെസ്റ്റേൺ കൾച്ചറിലും വിനിഗർ ഡ്രസ്സിങ് എന്നുള്ളത് തന്നെ ഉണ്ട്. അതായത് വിനിഗറും അതുപോലെ ഒലീവ് ഓയിലും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള വിനാഗററ്റ് എന്നുള്ള ഡ്രസ്സിങ് ഉണ്ട്. അത് സാലഡിലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, അതും വളരെ നല്ലതാണ്. അതായത് ഇത് വളരെ അസിഡിക് ആയതുകൊണ്ട് തന്നെ ഇനാമലിന് പ്രശ്നങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വായ കഴുകാൻ ശ്രദ്ധിക്കണം. ഓർഗാനിക് ആയിട്ടുള്ള അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആപ്പിൾ എന്നത് തന്നെ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം പെസ്റ്റിസൈഡും ഒക്കെ ഉള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ആപ്പിൾ സൈഡർ വിനിഗർ എന്നുള്ളത് നമ്മൾ ആപ്പിൾ ജ്യൂസ് എടുത്ത് കോൺസെൻട്രേറ്റ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ദോഷങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് ഓർഗാനിക് ആയിട്ടുള്ള അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനിഗർ ഉപയോഗിക്കുക. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നാച്ചുറലി ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനിഗർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നാച്ചുറലി ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനിഗറിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. അതുപോലെ തന്നെ ചില ഫിനോളിക് കോമ്പൗണ്ട്സ്, നമ്മുടെ ശരീരത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചില ഫിനോളിക് കോമ്പൗണ്ട്സും അതിലടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടത്. എല്ലാ നാച്ചുറൽ റെമഡീസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തുടർച്ചയായിട്ട് കുറേ കാലം കഴിക്കാതിരിക്കുക എന്നുള്ളത്. അതായത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, പലതരം നാച്ചുറൽ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അത് വളരെയധികം ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജൊക്കെ നോക്കാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. വളരെ കുറച്ച് 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗർ എടുത്ത് അതിൽ ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കണം. ഉപയോഗിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പല്ല് അല്ലെങ്കിൽ വായ കഴുകണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസിഡിക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലരിൽ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ളവരിൽ അത് ആ പ്രശ്നങ്ങളൊക്കെ കൂടുതലാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് അൾസർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഇത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അത് കൂടുതൽ അസിഡിറ്റി ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളതിനെപ്പറ്റി അറിയാമെങ്കിൽ അതും കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത് തന്നെ കാണാം. ബൈ.